ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ന് കറണ്ട് അഫയേഴ്സ് നമ്മൾ PSC ബുള്ളറ്റിൻ ലേറ്റസ്റ്റ് എഡിഷൻ ജൂലൈ 2021 എല്ലാ കറണ്ട് അഫെയറുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് എന്ന് പറയുന്നത് The world's third largest diamond has been unearthed in which nation? World's third largest diamond has been unearthed in which nation? Botswana. The answer ബോട്സ്വാനയാണ്. ഓക്കെ, ബോട്സ്വാനയിൽ നിന്നാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡയമണ്ട് ലഭിച്ചത്. നെക്സ്റ്റ്, which nation has topped the World Competitiveness Index 2021? വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് വന്ന ടോപ്പ് ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ സ്വിറ്റ്സർലാൻഡ്. ആൻസർ ഈസ് സ്വിറ്റ്സർലാൻഡ് ആണ് വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നത്. ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് അറ്റ് വിച്ച് പൊസിഷൻ ഇൻ ദ വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2021? ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ആയിരുന്നു 43rd, 43ാം സ്ഥാനം. ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ 43rd കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെന്നത്ത് കൗണ്ട, who passed away recently, was the first democratically elected president of which nation? കെന്നത്ത് കൗണ്ട, who passed away recently, ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം? ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ സാംബിയ. സാംബിയയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രസിഡന്റ് ആയിരുന്നു കെന്നത്ത് കൗണ്ട. അപ്പോൾ കെന്നത്ത് കൗണ്ട ഓർക്കുക, സാംബിയ. ട്വിറ്റർ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സേഫ് ഹാർബർ immunity in which nation over its failure of appointing statutory officers as required by the new IT rules? ഏത് രാജ്യത്തെ പുതിയ IT റൂൾസ് അനുസരിക്കാത്തതിനാണ് ട്വിറ്ററിന് വിലക്ക് വന്നത്? നമുക്കറിയാം, ഇറ്റ്സ് ഇന്ത്യ അല്ലേ? ഇന്ത്യയിലാണ്, ട്വിറ്ററും ഇന്ത്യയും കൂടിയാണ്. ഇന്ത്യയുടെ പുതിയ IT റൂൾസ് അവർ ഫോളോ ചെയ്യുന്നില്ല എന്നൊരു പ്രോബ്ലം വന്നു. അപ്പോൾ ട്വിറ്ററിൻ്റെ പ്രോബ്ലം ഉള്ള ഏതാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂ GST റേറ്റ് ഫോർ COVID-19 ടെസ്റ്റിംഗ് കിറ്റ്സ്, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ആൻഡ് വെന്റിലേറ്റർ? ന്യൂ GST റേറ്റ് ഫോർ COVID-19 ടെസ്റ്റിംഗ് കിറ്റ്സ്, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ആൻഡ് വെന്റിലേറ്റർ. ഇതിൻ്റെ എല്ലാം GST, പുതുക്കിയ GST നിരക്ക് എത്രയാണ്? ആൻസർ 5%. 5% ആണ് ഇവരുടെ GST നിരക്ക്. ഒരു പ്രാവശ്യം മാത്രം, നമുക്ക് 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 പ്രാവശ്യം മാത്രം വായിച്ചു പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് എമോങ് ദ ഫോളോയിങ് ബുക്സ് വൺ ദ പുലിസ്റ്റർ പ്രൈസ് 2021 ഇൻ ഫിക്ഷൻ കാറ്റഗറി? ഏത് ബുക്കിനാണ് പുലിസ്റ്റർ പ്രൈസിലെ 2021 ഫിക്ഷൻ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പുസ്തകം എന്നുള്ള അവാർഡ് കിട്ടിയത്? ആൻസർ ദ നൈറ്റ് വാച്ച്മാൻ. പുലിസ്റ്റർ പ്രൈസ് 2021 നൈറ്റ് വാച്ച്മാൻ. ഓക്കെ, നെക്സ്റ്റ്, who has become the first man to win all 4 major Grand Slams twice? Who has become the first man to win all 4 മേജർ ഗ്രാൻഡ് സ്ലാംസ് ട്വൈസ്? 2 പ്രാവശ്യം എല്ലാ ഗ്രാൻഡ് സ്ലാംസും കിട്ടിയ വ്യക്തി ആരാണ്? ഫസ്റ്റ് മാൻ ആണ് അദ്ദേഹം അതങ്ങനെ കിട്ടുന്നത്. നൊവാക് ജോക്കോവിച്ച് ആണ് 2 ട്വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? 4 ഗ്രാൻഡ് സ്ലാംസും കിട്ടുന്നത്. നൊവാക് ജോക്കോവിച്ച് സെർബിയൻ ടെന്നീസ് പ്ലെയർ ആണ്. ഹീസ് എ സെർബിയൻ ടെന്നീസ് പ്ലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടീം സ്റ്റാർ ഫുട്ബോളർ collapsed in the middle of the Euro Cup match on June 12, 2021? Which team star footballer collapsed in the middle of Euro Cup match on June 12, 2021? Answer ഡെൻമാർക്ക്. അപ്പോൾ യൂറോ കപ്പിൻ്റെ ഇടയിൽ കളിക്കളത്തിൽ വെച്ച് തന്നെ കുഴഞ്ഞു വീണ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ഓക്കെയാണ്. അദ്ദേഹമാണ് ഡെൻമാർക്കിൻ്റെ പ്ലെയറായ ക്രിസ്റ്റ്യൻ എറിക്സൺ എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ പ്ലെയറാണ് കൊളാപ്സ് ചെയ്ത് വീണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിയോണ ചാന, head of the world's largest family, passed away recently, was a resident of which state?
സിയോണ ചന, ഹെഡ് ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫാമിലി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാമിലിയുടെ ഹെഡായിരുന്നു സിയോണ ചന. അദ്ദേഹം ഏത് സ്റ്റേറ്റിലാണ് ജീവിച്ചിരുന്നത്? ഹി വാസ് എ റെസിഡൻറ്റ് ഓഫ് മിസോറാം. മിസോറാമിലാണ് അദ്ദേഹം, അവരുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന താമസം മിസോറാമിലാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹു among the following billionaires is planning to travel to space in July 2021? Billionaire who is planning to travel to space in July 2021. It is Jeff Bezos. Jeff Bezos ആണ് ജൂലൈ 2021 സ്പേസ് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഒരു ബില്യണയർ എന്ന് പറയുന്നത് ജെഫ് ബെസോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which nation has become the first country to make Bitcoin legal tender? Which nation has become the first country to make Bitcoin a legal tender? Answer, El Salvador. El Salvador ആണ് ബിറ്റ്കോയിൻ ലീഗൽ ടെൻഡർ ആയിട്ട് അംഗീകരിച്ച രാജ്യം. എൽ സാൽവഡോർ ബിറ്റ്കോയിൻ ലീഗൽ ടെൻഡർ. നെക്സ്റ്റ്, who has taken charge as the new chairman of the National Human Rights Commission? New chairman of National Human Rights Commission, important question. Answer, Arun Kumar Misra. It's Arun Kumar Misra. ആരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആണ് അരുൺ കുമാർ മിശ്ര. Next question, who has become the world's fastest woman to scale Mount Everest? World's fastest woman to scale Mount Everest. Answer, Xiang Yinghang. Xiang Yinghang എന്ന് പറയുന്ന വിമൺ ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൗണ്ട് എവറസ്റ്റ് സ്കെയിൽ ചെയ്ത ലോകത്തിലെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് വിമൺ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്, Xiang Yinghang. Next question, which nation has allowed couples to have 3 children ending its 2-child policy? 2-child policy റീസെൻ്റ് ആയിട്ട് എൻഡ് ചെയ്ത രാജ്യം ഏതാണ്? ഇറ്റ്സ് ചൈന. അപ്പോൾ ചൈനയാണ് അവരുടെ 2-child പോളിസി എൻഡ് ചെയ്തിട്ട് കപ്പിൾസിന് 3 children വരെ ആവാം എന്നുള്ള അലോ കൊടുത്ത രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, WHO has given what names to the COVID-19 variants first found in India? WHO has given what names to COVID-19 variants first found in India? ഇന്ത്യയിൽ വന്ന COVID-19 വേരിയൻസിന് WHO കൊടുത്ത പേരുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇറ്റ്സ് കാപ്പ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെൽറ്റ. കാപ്പ ആൻഡ് ഡെൽറ്റയാണ് ഇന്ത്യയിലെ COVID-19 വേരിയൻസിന് കൊടുത്തിരിക്കുന്ന പേരുകൾ, കാപ്പ ആൻഡ് ഡെൽറ്റ. ഓക്കെ, next, which state government has announced a COVID-free village contest with an award of 50 lakhs for the winner? Which state has announced a COVID-free village contest? അവർക്ക് കിട്ടുന്ന പ്രൈസ് എന്താണ്? 50 lakhs. അപ്പോൾ വില്ലേജ് കോണ്ടസ്റ്റ് കോവിഡ് ഫ്രീ ആയിരിക്കണം നിങ്ങളുടെ വില്ലേജ് എങ്കിൽ നിങ്ങൾക്ക് 50 lakhs വിൻ ചെയ്യാനുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തത് ഏത് സംസ്ഥാനമാണ്? ഇത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്രയാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കൊണ്ടുവന്ന സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ CBI ഡയറക്ടർ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അപ്പോയിൻമെൻറ്റ്സിൽ വരുന്നതാണ്. ന്യൂ CBI ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ഇത് സുബോധ് ജയ്സ്വാൾ. ആൻസർ, സുബോധ് ജയ്സ്വാൾ ആണ് ന്യൂ CBI ഡയറക്ടർ. അപ്പോൾ ന്യൂ CBI ഡയറക്ടർ ആരാണ്? സുബോധ് ജയ്സ്വാൾ. Next question, Mount Nyaryango erupted after almost 2 decades on May 22, 2021. This active volcano is located in which nation? അപ്പോൾ മൗണ്ട് നിയാറിഗാംഗോ എന്ന് പറയുന്ന ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി റീസെൻ്റ് ആയിട്ട്. അത് എവിടെയാണ് സിറ്റി? ഏത് രാജ്യമാണ്? ഇറ്റ്സ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഏത് രാജ്യമാണ്? Democratic Republic of Congo. Who has been conferred with the Energy Frontier Award of 2020? Who has been conferred with Energy Frontier Award of 2020? Answer, CNR Rao. CNR Raoനാണ് Energy Frontier Award 2020 ലഭിച്ചത്. Which nation recently honored
Nobel laureate Amartya Sen with its top award in social science. റീസെൻ്റ് ആയിട്ട് അമർത്യ സെന്നെ സോഷ്യൽ സയൻസിൽ അവരുടെ ടോപ്പ് അവാർഡ് കൊടുത്ത് ഓണർ ചെയ്തത് ഏത് രാജ്യമാണ്? സ്പെയിൻ. അമർത്യ സെന്നുമായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹാസ് ബിക്കം ദ സെക്കൻഡ് വൺ ഇൻ ദ വേൾഡ് ടു സെൻഡ് എ റോവർ ടു മാർസ്? സെക്കൻഡ് ഇൻ ദ വേൾഡ് ടു സെൻഡ് എ റോവർ ടു മാർസ്, അത് ചൈന. റീസെൻ്റ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചൈന. ഓക്കെ, ചൈനയാണ് സെക്കൻഡ് കൺട്രി റോവർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഷിപ്പ്? വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഷിപ്പിൻ്റെ പേരെന്താണ്? Mayflower 400. പേരാണ് Mayflower 400. Mayflower 400. Next, what is the name of China's first Mars rover? ഫസ്റ്റ് സെക്കൻഡ് ആണ് റോവർ വിട്ട രാജ്യം ഏതാണ്? ചൈന നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, റോവറിൻ്റെ പേരെന്താണ്? ചൈനയുടെ റോവറിൻ്റെ പേരാണ് സുറോങ്. ബി ആണ് ഉത്തരം. ഓക്കെ, സുറോങ് എന്നാണ് മാർസ് റോവർ. ചൈനയുടെ മാർസ് റോവറിൻ്റെ പേരെന്താണ്? സുറോങ്. നെക്സ്റ്റ്, ജസ്റ്റിസ് രാജ് ബിൻഡൽ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് വിച്ച് ഹൈക്കോർട്ട്? ജസ്റ്റിസ് രാജ് ബിൻഡൽ കൽക്കട്ട ഹൈക്കോർട്ടിൻ്റെ എന്താണ്? ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് വന്നത്. ഓക്കെ, കൽക്കട്ട ഹൈക്കോർട്ട്. ഓക്കെ, നെക്സ്റ്റ്, where is the ICC World Test Championship Final 2021 takes place? ICC World Test Championshipന്റെ ഫൈനൽ നടന്നത് എവിടെയാണ്? ഇറ്റ്സ് ഹാംഷെയർ ബൗളിലാണ് നടന്നത്. ഹാംഷെയർ ബൗളിലാണ് നടന്നത്. ICCയുടെ വേൾഡ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ICCയുടെ സാധാരണ ODI ചാമ്പ്യൻഷിപ്സ് ആണ് നടക്കുന്നത്. ഇത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഹാംഷെയർ ബൗളിലാണ് നടന്നത്. ഇതിൻ്റെ വിന്നേഴ്സ് ആരായിരുന്നു? ന്യൂസിലാൻഡ് ആയിരുന്നു. ഓക്കെ, വിന്നേഴ്സ് ന്യൂസിലാൻഡ് ആയിരുന്നു. ഇന്ത്യ ആണ് തോൽപ്പിച്ചത്. വിച്ച് ഫിലിം ഹാസ് വൺ ദ ഓസ്കാർ ഫോർ ബെസ്റ്റ് പിക്ചർ അറ്റ് ദ 93rd അക്കാഡമി അവാർഡ്സ്? ദാറ്റ് ഈസ് 93ാമത് ഓസ്കാർ അവാർഡ്സ് അഥവാ അക്കാഡമി അവാർഡ്സിലെ ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ വന്നതാണ് നൊമാഡ് ലാൻഡ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നൊമാഡ് ലാൻഡ് ആണ് 93rd അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് പിക്ചർ ആയത്. നൊമാഡ് ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഫിനിഷ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ അറ്റ് ദ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2021? ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയായിരുന്നു? തേർഡ്. ഇന്ത്യസ് പൊസിഷൻ ഈസ് തേർഡ് ഇൻ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. Next question, US House has voted to make which city as the 51st state of US? 50 സ്റ്റേറ്റുകൾ മാത്രമുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അംഗീകാരം ലഭിച്ചത് ഏത് സ്റ്റേറ്റിനാണ്? ഇറ്റ്സ് വാഷിങ്ടൺ DC. വാഷിങ്ടൺ DC ആണിപ്പോൾ ഒരു 51ാമത്തെ സ്റ്റേറ്റ് പദവി ലഭിച്ചത് US-ൽ. ഓക്കെ, വാഷിങ്ടൺ DC 51ാമത്തെ സ്റ്റേറ്റ് ആണ്. ഓസ്കാർ പിക്ചർ നൊമാഡ് ലാൻഡ്. മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഫിലിം വൺ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫീച്ചർ അറ്റ് ദ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് 2021? ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫീച്ചർ അറ്റ് ദ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയത് ആൻസർ ഈസ് പുഗ്ലിയ. പുഗ്ലിയ എന്ന് പറയുന്ന ഫിലിമിനാണ് ബെസ്റ്റ് ഫോറിൻ കാറ്റഗറിയിൽ അവാർഡ് കിട്ടുന്നത്. ഓക്കെ, next, who has become first Indian American Associate Attorney General of the United States? Who has become first Indian American Associate Attorney General? Answer, Vanitha Gupta. Next, who has won the AM Turing Award of 2020? AM Turing Award കിട്ടിയത് ആർക്കാണ്? ആൽഫ്രഡ് വി ആഹോ. ആൽഫ്രഡ് വി ആഹോയ്ക്കാണ് എന്ത് കിട്ടിയത്? AM Turing Award of 2020 കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ടോപ്പ് ദ ഫോർബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് ഓഫ് 2021 വിത്ത് എ നെറ്റ് വർത്ത് ഓഫ് $177 ബില്യൺ? അപ്പോൾ ഫോർബ്സ് മാഗസിൻ്റെ ബില്യണയർ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വന്ന വ്യക്തി ആരാണ്? ഇറ്റ് ഈസ് ജെഫ് ബെസോസ്. ജെഫ് ബെസോസ്. ഓക്കെ, ജെഫ് ബെസോസ്, ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബെസോസ്. ഓക്കെ,
Next question, where is the world's highest railway bridge, Chenab Bridge, located? ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജ് ഏതാണ്? ചെനാബ് ബ്രിഡ്ജ്. അത് എവിടെയാണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലെ ചെനാബ് ബ്രിഡ്ജ്. Next question, which film won the top honor of Outstanding Performance by a cast in a motion picture at 27 Screen Actors Guild Awards? Okay, Outstanding Performance 27 Screen Actors Guild Awards-il കിട്ടിയത് ആൻസർ ദ ട്രയൽ ഓഫ് ദ കോങ്കോ എന്ന് പറയുന്ന ഫിലിമിനാണ്. ഓക്കെ, ദ ട്രയൽ ഓഫ് ദ കോങ്കോ എന്ന് പറയുന്ന ഫിലിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who has been honored with the 51st Dadasaheb Phalke Award? ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. 51st ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് കിട്ടിയത്? രജനീകാന്ത് അല്ലേ, രജനീകാന്തിനാണ് കിട്ടിയത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് രജനീകാന്ത്, 51ാമത്തെ. വിച്ച് കണ്ടെയ്നർ ഷിപ്പ് വാസ് ബ്ലോക്കിംഗ് ദ സുയസ് കനാൽ ഫോർ ആൾമോസ്റ്റ് എ വീക്ക് ഇൻ മാർച്ച് 2021? നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ, സുയസ് കനാലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കിടന്നൊരു ഷിപ്പുണ്ട്. എന്താണ് അതിൻ്റെ പേര്? എന്ത് ക്വസ്റ്റ്യൻ ആണ്? സുയസ് കനാലിനെ ബ്ലോക്ക് ചെയ്ത ഷിപ്പ് ഏതാണ്? ഇതിന്റെ പേരെന്താണ്? എവർ ഗിവൺ. എവർ ഗിവൺ. ഓക്കെ, എവർ ഗിവൺ എന്നാണ് ഷിപ്പിന്റെ പേര്. From which assembly constituency West Bengal Chief Minister Mamata Banerjee contested the assembly elections in 2021? 2021 മമതാ ബാനർജി എവിടെ നിന്നാണ്, വെസ്റ്റ് ബംഗാളിന്റെ CM ആയ മമതാ ബാനർജി എവിടെ നിന്നാണ് കണ്ടസ്റ്റ് ചെയ്തത്? നന്ദിഗ്രാം. ഓക്കെ, ആൻസർ ഈസ് നന്ദിഗ്രാം. നന്ദിഗ്രാം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അവർ ജയിച്ചത്. നെക്സ്റ്റ്, ഹു ഈസ് ദ 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് NV രമണ. NV രമണയാണ് 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ 48 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്? 48th. ആരാണ്? NV രമണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പൊളിറ്റീഷ്യൻ ഹാസ് നെയിംഡ് among 20 winners of Sahitya Akademi Awards of 2020? Which politician has named among the 20 winners of Sahitya Akademi Award? ഇതിൽ വരുന്നത് ആരാണ്? M വീരപ്പ മൊയ്ലി. ഓക്കെ, M വീരപ്പ മൊയ്ലിയാണ്. നെക്സ്റ്റ്, which film won the Best National Film Awards of 2019? Which film has won the Best National Film Awards 2019? Answer is D. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനാണ് 2019 ബെസ്റ്റ് ഫിലിമിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയതാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഇന്ത്യസ് റാങ്ക് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഓഫ് 2021? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ലേറ്റസ്റ്റ് ആയിട്ട് 40. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 40. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബിക്കം ദ സെക്കൻഡ് ബാറ്റ്സ്മാൻ ഇൻ ദ ഹിസ്റ്ററി ടു റീച്ച് 10,000 റൺസ് അറ്റ് നമ്പർ 3? ഓക്കെ, അപ്പോൾ 1 ഡൗൺ ആയിട്ട് ഇറങ്ങുമ്പോൾ നമ്പർ 3യിൽ ഇറങ്ങുന്ന സമയത്ത് 10,000 റൺസ് ചെയ്ത് കിട്ടിയ സെക്കൻഡ് ബാറ്റ്സ്മാൻ ഇൻ ദ ഹിസ്റ്ററിയാണ്. ആരാണ്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് 10,000 റൺസ് അറ്റ് നമ്പർ 3 ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നേഷൻ ലോഞ്ച് 38 foreign satellites in a historic mission on March 22, 2021? അപ്പോൾ 38 foreign satellites in a historic mission on March 22, 2021 is റഷ്യ. ആൻസർ റഷ്യയാണ്. ഓക്കെ, ഹിസ്റ്റോറിക് മിഷൻ ആയിരുന്നു അത് റഷ്യയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വൺ ഗ്രാമി 2021 അവാർഡ് ഇൻ റെക്കോർഡ് ഓഫ് ദ ഇയർ കാറ്റഗറി? ഗ്രാമി 2021 റെക്കോർഡ് ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ കിട്ടിയത് ആർക്കാണ്? ബില്ലി എലിഷ്. ബില്ലി എലിഷ് എന്ന് പറയുന്ന അവർക്കാണ് ഗ്രാമി 2021 എന്ന് പറയുന്നതിൻ്റെ റെക്കോർഡ് ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്. ബില്ലി എലിഷ്. Next question, who has become the first Indian fencer to qualify for the Olympics? That is Bhavani Devi.
ഫെൻസിങ് എന്ന് പറയുന്ന ഒരു കായിക വിനോദമുണ്ട്. അതിലേക്ക് ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ഫെൻസറാണ് ഭവാനി ദേവി. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ ആക്ടർ വിൽ ബി കൺഫേംഡ് വിത്ത് ദ 2021 ഫിലിം ആർക്കൈവ് അവാർഡ്? ഫിലിം ആർക്കൈവ് അവാർഡ് കിട്ടിയ ഇന്ത്യൻ ഫിലിം ആക്ടറാണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനാണ് കിട്ടിയത് ഫിലിം ആർക്കൈവ് അവാർഡ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ? ന്യൂ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ഈസ് 139 ആണ് റെയിൽവേയുടെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റർ ടു സ്കോർ 10,000 international runs across all formats? First Indian women cricketer to score 10,000 international runs across all formats. എല്ലാ ഫോർമാറ്റ്സും കൂടി എടുത്താൽ 10,000 റൺസ്, എല്ലാ ഫോർമാറ്റ്സിലും 10,000 റൺസ് സ്കോർ ചെയ്ത ഇന്ത്യൻ വിമൻ ക്രിക്കറ്റർ ആണ് മിതാലി രാജ്. ആൻസർ ഈസ് മിതാലി രാജ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റർ ആണ് മിതാലി രാജ് ടു സ്കോർ 10,000 international runs across all formats. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ ടി വി? വാട്ട് ഈസ് ദ നെയിം ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ ടി വി? സൻസദ്. സൻസദ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അല്ലേ രാജ്യസഭ ആൻഡ് ലോക്സഭയ്ക്ക്. അപ്പോൾ അവരുടെ ടി വിയുടെ പേരും എന്ത് തന്നെയാണ്? സൻസദ് എന്ന് തന്നെയാണ് അവരുടെ രാജ്യസഭ ലോക്സഭ ടി വിയുടെ പേര്. ഓക്കെ, ഇത്രയുമായിരുന്നു MCQ ക്വസ്റ്റ്യൻസ് ബുള്ളറ്റിനിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഉണ്ട് നോക്കാൻ. കേരളത്തിലെ പുതിയ DGP ആരാണ്? അനിൽ കാന്ത്. കേരളത്തിൻ്റെ പുതിയ DGP ആണ് അനിൽ കാന്ത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ DGP ആണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ DGP ആണ് അനിൽ കാന്ത്. ഓക്കെ, കേരളത്തിൻ്റെ പുതിയ DGP ആരാണ്? അനിൽ കാന്ത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ DGP. ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് കപ്പ് ന്യൂസിലാൻഡാണ് വിജയിച്ചത് അല്ലേ? ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് കപ്പ് ന്യൂസിലാൻഡാണ് വിജയിച്ചത്. ഇന്ത്യയാണ് അവിടെ സെക്കൻഡ് പൊസിഷനിൽ വന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും കൂടിയായിരുന്നു ഫൈനൽ ടെസ്റ്റ് കപ്പ്. ഓക്കെ, നെക്സ്റ്റ്, വിയന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021 ലഭിച്ചത്. വിയന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021 ലഭിച്ചത് KK ശൈലജ. നെക്സ്റ്റ് വൺ, 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് ലഭിച്ചത്. 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് ലഭിച്ചത് P. സായിനാഥ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. P. സായിനാഥ്. ഓക്കെ, നെക്സ്റ്റ്, റഷ്യയിലെ ചെബാക്സ്കറി ചലച്ചിത്രമേളയിലെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഹാസ്യം എന്ന് പറയുന്ന ചിത്രത്തിനാണ്. നമ്മുടെ മലയാളയായ ജയരാജ് സംവിധാനം ചെയ്ത ഹാസ്യം എന്ന് പറയുന്ന ചിത്രത്തിനാണ് റഷ്യയിലെ ചെബാക്സ്കറി ചലച്ചിത്രമേളയിലെ മികച്ച തിരക്കഥാ പുരസ്കാരം ലഭിച്ചത് ഹാസ്യം എന്ന് പറയുന്ന ചിത്രത്തിനാണ്. നെക്സ്റ്റ്, ന്യൂ വാക്സിൻ അപ്രൂവ്ഡ് ബൈ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ. മൊഡേണ വാക്സിനാണ് ഇന്ത്യയിൽ അംഗീകാരം ലഭിച്ച ഏറ്റവും പുതിയ വാക്സിൻ. ഇറക്കുമതി ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള അംഗീകാരം ലഭിച്ച ഏറ്റവും പുതിയ വാക്സിനാണ് മൊഡേണ വാക്സിൻ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാനുള്ള അധികാരം സിപ്ല എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാണ്. സിപ്ല ഓർക്കുക, മൊഡേണ വാക്സിൻ ആരാണ് ഇറക്കുമതി ചെയ്യുന്നത്? സിപ്ല എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. നെക്സ്റ്റ്, പാറശാല ബി പൊന്നമ്മാൾ സംഗീതജ്ഞയായിരുന്നു. കർണാടക സംഗീതജ്ഞയായിരുന്ന പാറശാല ബി പൊന്നമ്മാൾ അന്തരിച്ചു. എസ് രമേശൻ നായർ അന്തരിച്ചു. എസ് രമേശൻ നായർ എന്താണ് പ്രത്യേകത? അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുമായിരുന്നു, അതുപോലെ കവിതാ സമാഹാരങ്ങളൊക്കെ എഴുതുമായിരുന്ന വ്യക്തിയാണ് എസ് രമേശൻ നായർ. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണ്? 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളിയാണ്. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഗുരു പൗർണമിക്ക് എന്ന കൃതിക്കാണ് എസ് രമേശൻ നായർക്കാണ് ലഭിച്ചത്. അദ്ദേഹം കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, മിൽഖ സിംഗ് അറിയാലോ, പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ് ഇന്ത്യൻ ട്രാക്കിലെ
ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിൽഖാ സിംഗ് അന്തരിച്ചു. അദ്ദേഹം 1959 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 1960 റോം ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ ഐതിഹാസിക പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്കാരനാണ്. പറക്കും സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽഖാ സിംഗിനെ കുറിച്ച് നമുക്ക് എക്സ്ട്രാ നോക്കി വെക്കേണ്ടി വരുന്നതാണ്. മിൽഖാ സിംഗ് ഈയിടയ്ക്കാണ് അദ്ദേഹവും കോവിഡ് ബാധിച്ചാണ് അന്തരിച്ചത്. ഓക്കെ, ഇന്ന് PSC ബുള്ളറ്റിൻ 2021 ജൂലൈ അനുബന്ധിച്ചുള്ള ഫസ്റ്റ് എഡിഷൻ്റെ എല്ലാ കറണ്ട് അഫയേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.